അപ്പൊ ഇന്ന് നമ്മൾ കാൽക്കുലസിൽ നമുക്ക് ഇതിന് ഇപ്പൊ നമ്മൾ AD ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കാൽക്കുലസ് ഏരിയയിൽ നിന്ന് നമുക്ക് ബിടെക് ലെവലിൽ ലെക്ചറർ, പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചറർ, അപ്പൊ ആ ഒരു അങ്ങനെയുള്ള പല എക്സാമുകളുണ്ട്. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇൻസ്ട്രുമെന്റേഷൻ, അങ്ങനെ പല ട്രേഡുകളിലും എക്സാമിനേഷൻ നടത്തുമ്പോൾ നമുക്ക് അതിനകത്ത് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ അതിൽ നമുക്ക് കാൽക്കുലസിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് കേട്ടോ. കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതും നമ്മുടെ IO പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം വാല്യൂ ഓഫ് sin x പ്ലസ് cos x. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് 2016 പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് sin x പ്ലസ് cos x ഈസ് ഓപ്ഷൻസ് 2, 1, √2 ആൻഡ് 1/√2. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമുക്ക് ഏതാണ്, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാണ്. ആൻസർ 1 ചെയ്യണോ? ഞാനിവിടെ ചെയ്യണോ? 1 ആണോ? 1 ആണോ? √2 ആണോ? അല്ല, 1 അല്ല, √2. √2 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ √2 ആണ് ആൻസർ. എങ്ങനെയാ 1 കിട്ടിയെന്ന് പറഞ്ഞത്? sin x പ്ലസ് cos x ന്റെ എങ്ങനെയാ നമ്മളിത് കാണാം? നമ്മൾ പഠിച്ച മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ കാണുക? മാക്സിമം വാല്യൂ കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ, മാക്സിമം ഏത് പോയിന്റിലാണെന്ന് അറിയണം അല്ലെ? മാക്സിമം വാല്യൂ ഒക്കെ അറിയണം. അപ്പൊ ആ പോയിന്റിൽ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഓൾറെഡി മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് f(x) ആണ് തന്നിട്ടുള്ളത്. f(x) is equal to sin x പ്ലസ് cos x ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, f'(x) എന്ത് വരും? cos x, sin x ന്റെ cos x, cos x ന്റെ മൈനസ് sin x. അപ്പൊ cos x മൈനസ് sin x എന്ന് കിട്ടും അല്ലെ? ഇനി മാക്സിമം വാല്യൂവിന് എന്താണ്? മാക്സിമം വാല്യൂ അവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇക്വേറ്റഡ് ടു 0 ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവിന് 0 ഇടുമ്പോഴാണ് നമുക്ക് ആ റൂട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഈക്വൽ ടു 0 ഇട്ടിട്ട് തന്നെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ f'(x) ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് cos x മൈനസ് sin x ഈക്വൽ ടു 0 എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് cos x ഈക്വൽ ടു sin x എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? sin x ബൈ cos x ഈക്വൽ ടു 1 എഴുതാം അല്ലെ? ഓർ tan x എന്ന് എഴുതാം. tan x ഈക്വൽ ടു 1 എഴുതാം. tan x 1 ആവുന്നത് ഏത് വാല്യൂവിനാണ്? എക്സിന്റെ ഏത് വാല്യൂവിനാണ്? x 5/4 ആകുമ്പോഴും വരും. അതേപോലെ തന്നെ 5π/4 അല്ലെ? തേർഡ് ക്വാഡ്രന്റിലും വരില്ലേ 5π/4 അല്ലെ? പോസിറ്റീവ് അല്ലേ വാല്യൂ വരുന്നത് ടാനിന്റെ വാല്യൂ തേർഡ് ക്വാഡ്രന്റില്. അപ്പൊ 2 വാല്യൂസും വരും. അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ ഏതാണെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം? f(x)ൽ എക്സിന് π/4 ഇട്ട് കൊടുത്തു നോക്കാം. സോ f(π/4) എന്ന് പറഞ്ഞാൽ cos π/4 പ്ലസ് sin π/4, sin π/4 വരും അല്ലെ? cos π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1/√2. sin π/4 എന്ന് പറഞ്ഞാലും 1/√2. ദിസ് ഇസ് ഈക്വൽ ടു √2 ആണ് അത് വരിക അല്ലെ? 2/√2 വരും. അപ്പൊ √2 എന്ന് വരും. ഇനി 5π/4 ഇട്ടാലോ? 5π/4 ഇട്ടാല് നമുക്ക് cos 5π/4 പ്ലസ് sin 5π/4 ആണ് വരിക. cos 5π/4 ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, അല്ല തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. തേർഡ് ക്വാഡ്രന്റിൽ കോസ് ഒക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. കോസും സൈനും ഒക്കെ നെഗറ്റീവ് ആണ്. സോ മൈനസ് 1/√2, ഇവിടെ മൈനസ് 1/√2 വരും. ദിസ് ഇസ് ഈക്വൽ ടു -√2 വരും. ഓക്കെ, അപ്പൊ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് വരിക? π/4ലാണ് വരിക. ദാറ്റ് ഇസ് √2 ആണ്. സോ ആൻസർ √2. ഇപ്പൊ π/4ലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് the maximum value of sin x plus cos x occurs at x equal to അത് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് പറഞ്ഞൂടെ? അങ്ങനെ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മളിപ്പോ കാൽക്കുലസ് നമ്മൾ പഠിച്ച മെത്തേഡിൽ ഞാൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഈ രീതിയിൽ സോൾവ് ചെയ്യുന്നുള്ളൂ. ട്രിഗ്നോമെട്രി ആയത് കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പെട്ടെന്ന് പറയാനായിട്ട് പറ്റും എപ്പോഴാണ് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നതെന്നുള്ളത്. കാരണം സൈനും കോസും ഒന്ന് ഫോർവേഡിൽ പോകുമ്പോൾ മറ്റത് റിവേഴ്സിലായിട്ടാണ് വരിക അല്ലെ?
അപ്പൊ നമുക്കത് മാക്സിമം വാല്യൂ കിട്ടുന്ന റൂട്ട് ടൂവിലാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് സമയം ലാഭം ആ രീതിയിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റിൽ നിന്നാണ്. സെയിം എക്സാമിനേഷന് തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രിക്കലിന് ചോദിച്ചതാണ്. വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2/3 27x³ - 8/27x - 18. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഫോർമുലയാണ്. നമ്മൾ ആ ഫോർമുലാസ് ഒന്നും അങ്ങനെ നമ്മൾ ഒരേ മെത്തേഡിൽ നമ്മൾ പഠിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിന്റെ ആൻസർ എത്രയാ? സിമ്പിൾ ആണ് അല്ലെ? 2/3 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ലിമിറ്റിന് എക്സിന് 2/3 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 27 × 2³/3³ എന്ന് പറയുമ്പോൾ 8/27. ഇതും ക്യാൻസൽ ആയി. -8. അപ്പൊ മേളിൽ 0 വന്നു. ഡിവൈഡഡ് ബൈ അടിയിൽ വരുമ്പോൾ 27 × 2/3 -18 വരും. 27 3 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 വരും. 9 × 2 18 - 18. അപ്പൊ ഇത് 0/0 ഫോമിലേക്ക് വന്നു. 0/0 ഫോമിലേക്ക് വന്നാൽ നമുക്ക് അപ്പൊ തന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. സോ എക്സ് ടെൻസ് ടു 2/3. മുകളിൽ ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 27 × 3x² എന്ന് വരും. x² എന്ന് വരും. -0 ഡിവൈഡഡ് ബൈ താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 27 വരും. ഈ 27 ക്യാൻസൽ ആയി. ഇനി നമുക്ക് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാം. 3 × 2/3 2² അപ്പം ഒരു 3 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 2² 4 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 4/3. സോ ആൻസർ ഓപ്ഷൻ സി 4/3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ 1 to e⁻√2 log x whole cube by x dx is. ഇതും സെയിം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കാൽക്കുലസിൽ നിന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ്? നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാനായിട്ട് കുറെ മെത്തേഡ്സ് നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം. ഇവിടെ ലിമിറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 1 to e⁻√2 e⁻√2 log x whole cube divided by x dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം f(x/g) ഫംഗ്ഷൻ ആണ്. അപ്പൊ മറ്റേത് ഒന്നിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഏറ്റവും എളുപ്പം. സോ ലോഗ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ലോഗ് എക്സിന് നമ്മൾ t എന്നിട്ട് കൊടുത്താൽ 1/x ആണ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഇൻറ്റു dx = dt എന്ന് വരും. ഇനി ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? log 1 0 ആണ്. t = 0. എക്സിന് നമ്മൾ e⁻√2 കൊടുക്കുമ്പോൾ t എന്ത് വരും? എക്സിന് log of e⁻√2 എന്ന് വരും. അപ്പൊ √2 log e എന്ന് വരും അല്ലെ? √2 log e എന്ന് വരും. log e 1 ആണ്. സോ ഇത് √2 വരും. അപ്പൊ t = 0 to √2 ആണ് വരിക. സോ ഇന്റഗ്രൽ 0 to √2 log എക്സിന് നമ്മൾ t കൊടുത്തു. t³ ഡിവൈഡഡ് ബൈ ഇനി എന്താണ് 1/x dx നമുക്ക് dt എന്ന് ഇടാം. അപ്പം ഈ 1/x dx dt നമുക്ക് ചെയ്യാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. t³ t⁻4 ഡിവൈഡഡ് ബൈ 4 ആണ്. ലിമിറ്റ് 0 to √2. അപ്പൊ √2 whole⁻4 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. √2 whole⁻4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/4 = 1. സോ ഓപ്ഷൻ 1 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്യണേ. ഇതൊക്കെ സിമ്പിൾ ആണ്, പെട്ടെന്ന് നമ്മൾ ചെയ്തു പോയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് circle x² + y² = 4 and chord of the circle which makes angle 45 degree with the positive direction of x-axis. അതിന്റെ ഈ പറഞ്ഞ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുക. √2π എന്നാണോ പറയണേ? അതെ, അല്ല, √2π അല്ല വരാൻ. ഒന്നുകിൽ നമ്മൾ പഠിച്ച മെത്തേഡിൽ ചെയ്യാം. അത് ഒരു ചെറിയ ടൈം എടുക്കും എന്തായാലും, കാരണം നമ്മൾ വരയ്ക്കണം എന്തായാലും. പക്ഷെ കുറച്ചും കൂടി ട്രിക്കി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എ ആണ് ആൻസർ. എ കിട്ടിയോ? കിട്ടി.
എ ആണ് ആൻസർ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ, വരച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ പഠിച്ച മെത്തേഡിൽ ഒന്ന് ചെയ്യാം. അതിനുശേഷം ഞാൻ വേറൊരു ഇതും കൂടെ പറഞ്ഞുതരാം. എക്സ് വൈ. അപ്പൊ നമുക്ക് ആദ്യത്തത് സർക്കിൾ ആണ് അല്ലെ. സർക്കിൾ x² + y² = 4 എന്ന് പറയുമ്പോഴത്തേക്കും സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. വിത്ത് ഒറിജിൻ ആണ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ 0 0 സെന്റർ ആയിട്ട് x² + y² = 4. അപ്പൊ 2 റേഡിയസിൽ നമ്മളൊരു സർക്കിൾ. ഓക്കെ, 2 ആണ്. സർക്കിൾ പോലെ ഒന്നും ആയില്ല, ഞങ്ങൾ സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. ഇത് ഒറിജിൻ 0 0 പോയിന്റ് ആണ്. 2 ആണ് റേഡിയസ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു പോയിന്റ് 2 വരും, ഇതും 2 വരും. ഇനി അടുത്തത് എന്താണ്? ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് ഉണ്ട്, x² + y². എക്സ് ആക്സിസ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. പിന്നെ കോഡ് ഓഫ് ദി സർക്കിൾ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി. അപ്പം 45 ഡിഗ്രി മേക്ക് ചെയ്യുന്ന കോഡ് വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഇങ്ങോട്ടുള്ളത് നമ്മൾ നോക്കുന്നില്ല. ഇവിടെ നിന്ന് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു കോഡ് സെഗ്മെന്റും കൂടെ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇത് ഏരിയ എൻക്ലോസ് ചെയ്യുന്നത്. എക്സ് ആക്സിസും ഈ കോഡും ഈ സർക്കിളും കൂടെ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്കൊരു പോർഷൻ ഓഫ് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രിപ്പ് എടുക്കാന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വി ക്യാൻ ഐദർ ഗോ ഫോർ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ആദ്യം നമ്മൾ വെർട്ടിക്കലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ പോയിന്റ്സോ അല്ലെങ്കിൽ ബ്രേക്കോ ഒന്നും വരാൻ പാടില്ല എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാനൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇവിടെ വരയ്ക്കാം. വെർട്ടിക്കൽ സ്ട്രിപ്പ് ഞാൻ ഇവിടെ എടുത്തു. ഇങ്ങനെ ഈ സ്ട്രിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു കോർണർ പോയിന്റിൽ ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വീണ്ടും പോകണം അല്ലെ. അപ്പൊ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇവിടെ എന്തെടുക്കുന്നതായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കാം. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലേ. ഇപ്പൊ ഈ സ്ട്രിപ്പ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോർണർ പോയിന്റ്സോ ബ്രേക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ വരെ നമുക്ക് പോകാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഏത് ഡയറക്ഷനിലുള്ള സ്ട്രിപ്പ് ആണോ എടുക്കുന്നത് അതായിരിക്കും, ആ വേരിയബിൾ ആയിരിക്കണം നമ്മൾ ഇന്നർ ഇന്റഗ്രേഷനിൽ വരണ്ടേ. അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ഇന്നർ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കണം. സോ എക്സ് വേരിയിങ് ഫ്രം എവിടം തൊട്ട് എവിടം വരെയാണ് നമുക്ക് വരിക? എക്സ് ഇവിടം തൊട്ട് ഈ പോയിന്റ് വരെയാണ് വരേണ്ടത്. അപ്പൊ ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഇതിൽ ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. ഈ ലൈനിന്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? 45 ഡിഗ്രി ആംഗിളില് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ y = x ആണ് അല്ലെ, അല്ലെങ്കിൽ x = y ആണ്. സോ ഇവിടെ y, എക്സ് ഫ്രം y ടു ഇനി അപ്പർ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇത് ഈ സർക്കിളിന്റെ പാർട്ടാണ്. സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ x² + y² = 4 ആണ്. അപ്പൊ അവിടെ എക്സിന്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് എന്ത് വരും? √4 - y² എന്ന് വരും അല്ലെ. x² = 4 - y² എന്ന് വരും. x = √4 - y². സോ √4 - y². dx വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല ചെയ്യുന്നത്. dx ഇൻറ്റു ഇനി ഔട്ടർ ഇന്റഗ്രേഷനിൽ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. y എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നു? y നമുക്ക് ഈ പോയിന്റ് തൊട്ട് നമുക്ക് ഈ മേളിലെ ഈ പോയിന്റ് വരെയാണ് നമുക്ക് y വേരി ചെയ്യുന്നത്. അപ്പൊ വൈയുടെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ടാകും? ഇതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് വരെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 തൊട്ട് ഈ പോയിന്റിലെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരണം? ഇത് ഈ ലൈനിന്റെയും ഈ സർക്കിളിന്റെയും ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ആ ഇന്റർസെക്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് x² + y² = 4 എന്ന് പറയുന്ന ഇക്വേഷനിൽ x = y ഇടുക അല്ലെ. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പൊ x = y ഇടുമ്പോൾ y² + y² = 4 എന്ന് വരും. 2y² = 4 എന്ന് വരും. y = √2 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ √2 dy പുറത്തുള്ള ഇന്റഗ്രേഷൻ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ √4 - y² - y എന്ന് വരും അല്ലെ. ഇവിടെ പുറത്ത് ഇന്റഗ്രേഷൻ ഫ്രം y = 0 to √2 ഉണ്ട്. ബ്രാക്കറ്റ് ഇട്ടു dy എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇനി ആദ്യം √4 - y² ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് റിസൾട്ട് അറിയണം. √a² - y², അല്ലെങ്കിൽ എക്സ് നമ്മൾ ജനറൽ എക്സ് ആയിട്ടല്ലേ പറയാം. അപ്പൊ എക്സ് തന്നെ വെച്ചിട്ട് പറയാം.
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x/2 ഇൻറ്റു നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മളെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് നിങ്ങൾ പിന്നെ കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാകും. അതാണ് ഇതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ y-ലാണ് നമുക്ക് ഇന്റഗ്രേഷൻ ഉള്ളത്. സോ ഇവിടെ y/2 ഇൻറ്റു ആദ്യത്തെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ എക്ക് പകരം 2 ആണ്. സോ 2 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. പ്ലസ് ഇനി എ സ്ക്വയർ ബൈ 2. ഇവിടെ എ 2 ആണ്. അപ്പൊ എ സ്ക്വയർ 4 ആണ്. ഡിവൈഡഡ് ബൈ 2 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് വൈക്ക് എക്സിന് പകരം വൈ ഡിവൈഡഡ് ബൈ എക്ക് പകരം 2. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി മൈനസ് വൈയുടെ വൈ സ്ക്വയർ ബൈ 2. വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ കൊടുക്കുക 0 ടു റൂട്ട് 2. 0 ടു റൂട്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു പേജ് എടുക്കാം. ഇനി നമ്മൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കിയാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ലോവർ ലിമിറ്റ് 0 ആയത് കാരണം ഇവിടെ 0 ഇൻറ്റു വരും. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ അതും 0 ആയി പോകും. ഈ ടേം 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 ആവും. അപ്പൊ ലോവർ ലിമിറ്റിന്റെ ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം മതി. അപ്പൊ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും 1/√2 എന്ന് വരും അല്ലെ, 1/√2. ഇവിടെ റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വരിക, റൂട്ട് 2 സ്ക്വയർ എന്ന് വരുമ്പോഴത്തേക്കും 2 വരും. അപ്പൊ 2 സ്ക്വയർ മൈനസ് 2, 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ റൂട്ട് 2. അപ്പൊ ഇവിടെ ഒരു റൂട്ടിന്റെ ഉള്ളിൽ 2 ഉണ്ട്, ഇവിടെ 1/√2 ഉണ്ട്. ആ റൂട്ട് 2ഉം റൂട്ട് 2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പം ഇത്രയും ടേമിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ആണ് വരുന്നത് അല്ലെ, 1. അപ്പൊ അത് ഞാൻ അവിടെ എഴുതാം, ഈക്വൽ ടു 1 പ്ലസ് അടുത്ത ടേം എന്താണ്, അടുത്തതിൽ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക 4/2, 2 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 2/2. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്നാണ് വരിക അല്ലെ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ഏതാണ് വരിക, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറഞ്ഞാൽ π/4-നാണ് 1/√2 വരുന്നത്. സൈൻ π/4-നാണ് 1/√2 വരുന്നത്. അപ്പൊ 2 ഇൻറ്റു π/2 എന്ന് വരും. 2 ഇൻറ്റു π/2 എന്ന് വരും. പ്ലസ് അടുത്ത ടേം എന്തായിരുന്നു, മൈനസ് വൈ സ്ക്വയർ ബൈ 2. അപ്പൊ റൂട്ട് 2 കൊടുക്കുമ്പോൾ റൂട്ട് 2 സ്ക്വയർ 2 വരും. 2/2 1 വരും. സോ -1. ഇത് പ്ലസ് അല്ല, ഇത് മൈനസ് ആണ്. -1. ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ആയി, 2ഉം 2ഉം ക്യാൻസൽ ആയി. π/4 എന്നല്ല ഞാൻ പറഞ്ഞേ, π/4 എന്നാണ്. അപ്പൊ 4/2 2 ഇൻറ്റു π/4 വരും കേട്ടോ. 2 ഇൻറ്റു π/4. ഓക്കെ, അപ്പൊ ഇവിടെ 2 വരും. അപ്പൊ മൊത്തം ആൻസർ നമുക്ക് π/2 എന്ന് വരും. ഏരിയ ഇതാണ്, സ്ക്വയർ യൂണിറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച മെത്തേഡിൽ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. അത്രയൊന്നും ചെയ്യാൻ പോകണ്ട. നമുക്ക് അറിയാവുന്ന ഒരു ഏരിയ ആയത് കാരണം സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിന്റെ റേഡിയസും നമുക്കറിയാം അല്ലെ, സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് ഇത്രയും പോർഷന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സർക്കിളിന്റെ മൊത്തം ഏരിയയുടെ 8/1 അല്ലെ, 8/1. അപ്പൊ നമുക്ക് 1/8 ഏരിയ ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ എഴുതിയാൽ മതി. ഏരിയ ഓഫ് സർക്കിൾ എഴുതിയാൽ മതി. 1/8 ഇൻറ്റു സർക്കിളിന്റെ ഏരിയ πr² ആണ്. 6 തന്നിട്ടുണ്ട്. സോ 1/8 ഇൻറ്റു π ഇൻറ്റു 6 2 സ്ക്വയർ ആണ്, 4 വരും. അപ്പൊ 4ഉം 8ഉം ക്യാൻസൽ ആയാലും ഇവിടെ 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു π/2. അപ്പൊ ഇത്രയും ഇതില് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് നമുക്ക് അറിയാവുന്ന ഒരു മിസ്, ഞാൻ ചെയ്തത് നമ്മൾ സർക്കിൾ ആവുമ്പോ x cos θ വെച്ചിട്ട് നമ്മൾ എടുക്കൂല. അപ്പൊ dx dy നമുക്ക് റോ ഡോറോ കാരണം 0 to 2ഉം 0 to π/4 45 ആവുമ്പോ ഓക്കെ, അങ്ങനെയും ചെയ്യാം. സർക്കിൾ ആകുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ ലാസ്റ്റിലേക്ക് പഠിച്ച ആ രീതിയിലേക്കും ചെയ്യാം. ഇതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ. മറ്റേതുപോലെ ചെയ്യാം, നമ്മൾ റോ 5ലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3xy പ്ലസ് 5 ദെൻ dy/dx. ഡിഫറൻസിയേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാനുള്ളത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. dy/dx കണ്ടാൽ മതി. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഈ 1 ഫംഗ്ഷൻ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ, അതിനുശേഷം ഞാൻ ചെയ്യുള്ളൂ.
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3xy പ്ലസ് 5. ഇതാണ് വേഗം കണ്ടുപിടിച്ചിട്ട് dy/dx പറയും. ഇത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ലെക്ചറർ. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ഈ ഇക്വേഷനെ. എത്ര സമയം എടുക്കുവോ? ഓപ്ഷൻ ഡി 3y മൈനസ് 2 ഓപ്ഷൻ ഡി. ലാസ്റ്റ് 3y മൈനസ് 2x ബൈ 2y മൈനസ് 3x. ഓക്കെ, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഇത് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. dy/dx ആണ് കാണേണ്ടത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയറിന്റെ 2x, വൈ സ്ക്വയറിന്റെ എന്ത് വരും 2y ഇൻറ്റു dy/dx. ഓക്കെ, ഈക്വൽ ടു 3xy-നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 3x ഇൻറ്റു വൈഡത് dy/dx വരും. ഇനി ഇതില് നമ്മൾ എന്ത് ചെയ്യാം, y കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അപ്പം 3y ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴത്തേക്കും 3x dx/dx 1 ആയിട്ട് വരും. പ്ലസ് 5 ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് 0 ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ dy/dx കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2y മൈനസ് 3x ഇൻറ്റു dy/dx ഈക്വൽ ടു ബാക്കി മറ്റേത് അങ്ങോട്ട് പോകുമ്പോൾ 3y മൈനസ് 2x. ഓക്കെ, സോ dy/dx ഇസ് ഈക്വൽ ടു 3y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് 3x. സോ ഓപ്ഷൻ ഡി കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അത് അവിടെ ലോഗ് എക്സ് ക്യൂബും ലിമിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലിമിറ്റ് ഇല്ല. ലെക്ചറർ പോളി സിവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി ആണ്. നേരത്തെ ചെയ്തോടെ തന്നെ ചെയ്യാം. ഓപ്ഷൻ ബി ആണ്. കിട്ടിയോ? ബി അല്ലേ മാം? ബി. മിസ് ഇത് എല്ലാവർക്കും കിട്ടി. ആൻസർ കിട്ടിയില്ല? കിട്ടി. മിസ്സിന്റെ സ്പീക്കർ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. മൈക്രോഫോൺ ഓഫ് ആണ്. കൊടുക്കാം. ഓക്കെ, സോ അപ്പൊ 1/x dx ഈക്വൽ ടു dt എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും, ഇന്റഗ്രൽ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ വേണ്ടല്ലോ 1/x dx ന് dt ഇട്ടാൽ പോലെ ടി സ്ക്വയർ dt which is equal to p cube by 3 plus c എന്ന് വരും. ടിക്ക് നമ്മൾ log x തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സോ log x whole cube divided by 3 plus c. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു ഏരിയ കാൽക്കുലേഷൻ ആണ്. ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ കർവ് എ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ എ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ്, ദെൻ എക്സ് ആക്സിസ്, ദെൻ ദ ഓർഡിനേറ്റ് എക്സ് ഈക്വൽ ടു എ. ഓക്കെ, എക്സ് ഈക്വൽ ടു എ, പിന്നെ എക്സ് ആക്സിസ്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ കാണാനാണ് ചോദ്യം. സിവിൽ പോളി ലെക്ചറിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. എക്സ് ഈക്വൽ ടു എ നമുക്കറിയാം, എക്സ് ആക്സിസ് എന്താണെന്ന് അറിയാം. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലെ. അതപ്പോ നമ്മൾ ഓരോ പോയിന്റ്സ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ ഇവിടുന്ന് വൈയുടെ എക്സ്പ്രഷൻ എഴുതിയാൽ എന്ത് വരും, y ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എ റൂട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ എക്ക് റൂട്ട് എഴുതി, ഇവിടെ ഞാൻ 3/2 എന്ന് എഴുതി കേട്ടോ. 3/2 അപ്പൊ കറക്റ്റ് ആയില്ലേ. എക്സ് റേസ് ടു 3/2 ബൈ റൂട്ട് എ. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സിന് വൈ 0 കൊടുത്താൽ വൈ 0 ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, നെഗറ്റീവ് ഉണ്ട്, നമ്മൾ നെഗറ്റീവ് നോക്കുന്നില്ല. എക്സ് ആക്സിസും അതുപോലെ ഈ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈന്, എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ എങ്ങനെയായിരിക്കും വരിക, എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈന് ഇങ്ങനെ വരും. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് നമുക്ക് ഇനി ആ ഗ്രാഫും കൂടെ എടുക്കാം. ഓക്കെ, ഈ ഗ്രാഫ് ഇനി അടുത്തത് നമുക്ക് ഓരോ എക്സിന് ഓരോ വാല്യൂ കൊടുത്തു നോക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ ഒരു റൂട്ട് എ കൊടുത്തു നോക്കിയാൽ എന്തായിരിക്കും വരിക, റൂട്ട് എ. എക്സിന്റെ വാല്യൂ റൂട്ട് ഓഫ് എ അല്ലെങ്കിൽ എ സ്ക്വയർ കൊടുത്തു നോക്കിക്കോളൂ. എ സ്ക്വയർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ക്യാൻസൽ ആയി പോകും അല്ലെ. 1/2 ആ 2 ക്യാൻസൽ ആയി പോകും. അപ്പൊ എ ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വരിക, എ സ്ക്വയർ ആയിരിക്കും വരിക അല്ലെ. എ സ്ക്വയർ, അപ്പൊ എ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇത് എ ആണെങ്കിൽ ഇത് എക്സ് ഈക്വൽ ടു എ അല്ലേ. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉണ്ടെന്ന് വിചാരിക്കുക. എ സ്ക്വയർ, എക്സ് എ സ്ക്വയർ ആകുമ്പോഴത്തേക്കും വൈയും എ സ്ക്വയർ തന്നെ വരും. വൈയും ഒരു എ സ്ക്വയർ തന്നെ വരും ഇവിടെ.
ഇനി നമ്മൾ എക്സിനൊരു എ കൊടുത്താൽ എന്താ വരിക? എ കൊടുക്കുമ്പോഴത്തേക്കും a⁻3/2 അല്ലെ, അല്ലെങ്കിൽ √(a³ ഡിവൈഡ് ബൈ √a) എന്ന് വരും. അപ്പൊ നമുക്ക് √(a² എന്ന് വരും. അപ്പൊ a² എത്രയായിരിക്കും വരിക? √a കൊടുത്തിട്ടുണ്ടെങ്കിൽ √a അങ്ങനെ വരില്ല. എ കൊടുത്ത് നോക്കൂ, എ കൊടുത്തിട്ടുണ്ടെങ്കിൽ √a³ അല്ലെ, √a³ ഡിവൈഡഡ് ബൈ √a വരും. അപ്പൊ a² വരും. അപ്പൊ x a ആകുമ്പോൾ a². അപ്പൊ ഇത് തെറ്റിപ്പോയാ? a² ആകുമ്പോ എത്രയാ വരിക? a² ആകുമ്പോ x is equal to a ആവുമ്പോ a കിട്ടത്തുള്ളൂ, a വരുള്ളൂ. a³ ഡിവൈഡഡ് ബൈ √a ആണ് വരിക. അപ്പം ഓക്കെ, അപ്പം a² √a എന്ന് വരും. a² ഇൻറ്റു √a എന്ന് വരും. ഓക്കെ, a² ഇൻറ്റു √a. അപ്പൊ കുറച്ചുകൂടെ വലുതായിരിക്കും. a ആവുമ്പോൾ a². അപ്പൊ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറുതായിരിക്കും. a ഇൻറ്റു a². 0 ആവുമ്പോൾ 0. ഇനി അതേപോലെ ഇപ്പം ഇനി 1 ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1⁻3/2 1 ഡിവൈഡഡ് ബൈ √a എന്ന് വരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ താഴെയായിരിക്കും കിട്ടുക 1 വരുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് ഇതിന് പോവാം കേട്ടോ. ഇങ്ങനെയല്ല. ഇനി ഇതിന്റെ ഏരിയ ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് 0 0. ഓക്കെ, ഇത് a, ഇത് a. ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ കർവാണ്. y = x⁻3/2 ബൈ √a. ഈ ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? x ആക്സിസ് ആണ്, അതായത് y = 0 ആക്സിസ് ആണ്. y = 0 എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഇത് x = a എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്ട്രിപ്പ് എടുക്കാം. സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ എടുക്കാം. വെർട്ടിക്കൽ സ്ട്രിപ്പ്, കാരണം കോർണറോ ബ്രേക്കോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ y = 0 to y = x⁻3/2 ബൈ √a വരും. അപ്പൊ ഏരിയ = ഇന്നർ ഇന്റഗ്രൽ 0 മുതൽ x⁻3/2 ബൈ √a dy ഇൻറ്റു x വേരി ചെയ്യുന്ന എവിടെ നിന്നിട്ട് എവിടെ വരെയാണ്? 0 മുതൽ a വരെ അല്ലെ. x from 0 to a. ഇത് y-യുടെ വേരിയേഷൻ ആണ് കേട്ടോ. dx which is equal to, ഇനി dy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മുകളിലത്തെ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. x⁻3/2 ഡിവൈഡഡ് ബൈ √a. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. x from 0 to a dx. a കോൺസ്റ്റന്റ് ആണ്. 1/√a പുറത്തെടുത്തു. x⁻3/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻5/2 ഡിവൈഡഡ് ബൈ 5/2 വരും. ഓക്കെ, ലിമിറ്റ് 0 to a. ഇപ്പൊ 2/5 ഇവിടെ എഴുതാം കേട്ടോ. ബാക്കി 2/5 √a എന്ന് വരും അല്ലെ. ഇത് വരും. ഇനി ഇതിൽ a കൊടുക്കുമ്പോഴത്തേക്കും a⁻5/2 എന്ന് വരും. a⁻5/2. This is equal to 2/5 √a into a⁻5/2 നമുക്ക് √a⁻5 എന്ന് എഴുതാം. അപ്പൊ ഇതില് ഒരു √a ക്യാൻസൽ ആയി കഴിഞ്ഞാൽ √a⁻4 എന്ന് വരും. അത് a² ആണ്. സോ 2/5 a². 2/5 a² എന്നാണ്. സോ ആൻസർ ഓപ്ഷൻ 2/5 a² ഉള്ളത് എക്കാണ്. ഓപ്ഷൻ എ. ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡെറിവേറ്റീവ് ഓഫ് log of root x with respect to x. Derivative of log of root x with respect to x. The lecture of instrumentation engineering, poly instrumentation engineering ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Derivative of log of root x with respect to x. ചെയ്തിട്ട് ആൻസർ പറയൂ. 1/2x. ആൻസർ എത്രയാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി അല്ലേ? ഇതല്ലേ? കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് സിമ്പിൾ y = log of root x ആണ്. അപ്പൊ ലോഗ് ഉണ്ട്, എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. ഒരെണ്ണം ലോഗ്, അത് നമുക്ക് f(x) എന്ന് എഴുതാം. മറ്റത് √(x) എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ ആണ്. അതിനെ നമ്മൾ g(x) എന്ന് എഴുതാം. ഇതിന്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്യാം ഡെറിവേറ്റീവ് കാണണമെങ്കിൽ. ഓക്കെ, dy/dx ആണ് കാണുന്നത്. d/dx of log of root x. ഓക്കെ, ചെയിൻ റൂൾ എന്താണ് പറയണത്? ചെയിൻ റൂൾ പറയുന്നത് എന്തായിരുന്നു? d/dx of f of g of x. അപ്പൊ അതായ ഒരു ഫോർമാറ്റിലാണ് അല്ലെ. which is equal to എന്താണ്? f dash of g of x into g dash of x. അതായത് ഫസ്റ്റ് ഫംഗ്ഷനെ
ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് ജി ഓഫ് എക്സിൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു, എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും. ഇതിവിടെ വരുമ്പോൾ എന്ത് വരും? ലോഗിന്റെ റൂട്ട് എക്സിൽ വരുമ്പോഴത്തേക്കും 1/2 റൂട്ട് എക്സ് അല്ലെ? അതാണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി ജി ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ല സോറി, ഇവിടെ ലോഗ് റൂട്ട് എക്സിന്റെ ലോഗ് എക്സിന്റെ 1/√x ഉള്ളൂ. ഇനി റൂട്ട് എക്സിന്റെ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് 1/2x. ഈ ചെയിൻ റൂൾ നമ്മൾ ഓർത്തിരിക്കുന്നു കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇവിടെ ഒന്നുകൂടി എഴുതട്ടെ കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ആണ്. 3 x raised to n minus 3 raised to n divided by x minus 3 equal to 108. Find n. n ആണ് കാണേണ്ടത്. n കണ്ടിട്ട് വേഗം പറയും. എത്രയാ? 6 അല്ലല്ലോ. 6 അല്ല. എങ്ങനെയാ ചെയ്യാം? നമ്മള് സാധാരണ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ച് ഓർമ്മിച്ച് വെക്കണമെന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 raised to n minus 3 raised to n by 3 minus 3 എന്ന് പറയുമ്പോൾ 0/0 ഫോം ആണ് അല്ലെ? ഇത് 0/0 ഫോം ആണ്. അപ്പൊ അതിന്റെ ലിമിറ്റ് കാണണമെങ്കിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. 3 raised to 4 ആൻസർ. 3 raised to n എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് 0 ഡിവൈഡഡ് ബൈ എക്സിന്റെ 1, 3യുടെ കോൺസ്റ്റന്റ് 0 ആണ്. അപ്പൊ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 വരും. ദിസ് ഇസ് 108. ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 n നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും n ഇൻറ്റു 3 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 108 എന്ന് വരും. ഇനി നമുക്ക് ഈ 108നെ ഒരു ഫാക്ടർ എന്നിട്ട് അതിന് 3യുടെ പവർ ആയിട്ട് വേറൊരു ഈ രീതിയിലേക്ക് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ 108നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 27 എഴുതാം. 4 ഇൻറ്റു 27. ഈ 4 അങ്ങനെ 27നെ നമുക്ക് 3യുടെ പവർ ആയിട്ട് എഴുതുമ്പോൾ 3 റേസ് ടു 3 ആണ് അല്ലെ? 3 റേസ് ടു 3 എന്നുള്ളതിന് 3 റേസ് ടു 4 മൈനസ് 1 എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ n ഇൻറ്റു 3 റേസ് ടു n മൈനസ് 1 എന്നുള്ള ഫോർമാറ്റ് ആയി. സോ n ഇൻറ്റു 3 റേസ് ടു n മൈനസ് n ഇസ് ഈക്വൽ ടു 4 എന്ന് അങ്ങനെ. ഇനി ഇതിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോമൺ ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n. x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1 എന്നുള്ളത് ഒരു ഇക്വേഷൻ ആണ്. ഇതൊരു റിസൾട്ട് പോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ പഠിച്ചു വെക്കുകയാണ് സാധാരണ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 അത് ഇട്ടൂടെ? n raised to x raised to n minus 1 x equal to 3 ഇട്ടൂടെ? എവിടെ? ഏതില്? ഇവിടെയോ? അത് 3 ഇട്ടുള്ളതാ. 3 ഇട്ടു. n into 3 raised to n minus 1. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുക. അടുത്ത ക്വസ്റ്റ്യൻ ലെക്ചറൽ പോളി ഇൻസ്ട്രുമെന്റേഷനിലാണ്. എപ്പോഴും ഏരിയ കാണാൻ എല്ലാ പോളിടെക്നിക് ലെക്ചറിന്റെ ക്വസ്റ്റ്യനിലും ഒരു ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട്. സോ ഏരിയ ബൗണ്ടഡ് ബിറ്റ്വീൻ ദ റീജിയൻ പരാബോള y equal to x square plus 2, x ആക്സിസ് x equal to 0, x equal to 3. ആൻസർ പറയൂ. നിങ്ങൾ വരച്ചു നോക്കി ഒന്ന് ചെയ്ത് നോക്കിയിട്ട്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എളുപ്പം വരച്ചു നോക്കിയിട്ട് വേഗം ഒന്ന് ആൻസർ പറയൂ. ആൻസർ കിട്ടിയോ? y equal to x square plus 2 എങ്ങനെയാ വരയ്ക്കുക? y equal to x square നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലെ? y equal to x square എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് 0യിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു പരാബോളയാണ് നമുക്ക് വരിക അല്ലെ? ഇങ്ങനെ ഇതാണ് y equal to x square എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാ പോയിന്റ്സിലും ഒരു 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 0 എന്ന് പറയുന്ന പോയിന്റ് 2ൽ വരും അല്ലെ? 2ൽ വരും. നമുക്ക് y is equal to x square plus 2 എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇതാണ് y equal to x square plus 2. ഇപ്പൊ ഞാൻ ഈ ഡോട്ടഡ് ലൈൻ അങ്ങ് വായിക്കാണ്. ഇനി അടുത്ത ലൈൻ ഏതാ? എക്സ് ആക്സിസ് ഏതാണ്? ഇതാണ് എക്സ് ആക്സിസ് അല്ലെ? ഇനി x is equal to 0 എന്ന് പറയുന്നത് ഏതാണ്? x is equal to 0 എന്ന് പറയുന്നത് നമുക്ക് ഈ y ആക്സിസ് ആണ്. x is equal to 0 y ആക്സിസ് ആണ്. x is equal to 3 എന്ന് പറയുന്നത് നമുക്ക് ഒരു ലൈൻ അല്ലെ?
വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. ഇനി ഏരിയ ബൗണ്ടഡ് ബിറ്റ്വീൻ ദീസ് റീജിയൻ അല്ലെ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0യുടെയും എക്സ് ഇസ് ഈക്വൽ ടു 3യുടെയും എക്സ് ആക്സിസിന്റെയും ഈ പരാബോളിക് കർവിന്റെയും ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു റീജിയൻ. അപ്പൊ അതിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് സ്ട്രിപ്പ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് കോർണറോ ബ്രേക്കോ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ് വൈ ഈക്വൽ ടു എന്താണ് വരിക, ഇവിടെ ഇത് വൈ ഈക്വൽ ടു അല്ല, ഇവിടെ എക്സ് ആക്സിൽ വൈയുടെ വാല്യൂ 0 ആണ്. ഇത് പരാബിളയാണ്, പരാബിള. ഇവിടെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. ഇനി എക്സ് വാരിയിങ് ഫ്രം എവിടെ തൊട്ട് എവിടെ വരിക, എക്സ് ഇവിടെ തൊട്ട് അല്ലെ, എക്സ് ഇവിടെ 0 ആണ്, 0 തൊട്ട് ഇവിടെ എക്സിന് 3 ആണ്. നമുക്ക് ജസ്റ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് കാണുന്നത്. ലിമിറ്റ് വൈ ഫ്രം 0 ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഇതാണ് ഇന്നർ ഇന്റഗ്രൽ. പുറത്ത് എന്ത് വരും, എക്സ് ഫ്രം 0 ടു 3. ഇതാണ് ഏരിയ ഡി എക്സ്. ഇത് ചെയ്യുമ്പോൾ ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ വരും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുക എക്സ് ഫ്രം 0 ടു 2 dx ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x എന്ന് വരും. ലിമിറ്റ് 0 ടു 2. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 8/3 പ്ലസ് 2 into 2 4. ഓക്കെ, സോ ഇത് വരുമ്പോഴത്തേക്കും 8 പ്ലസ് 12 ഡിവൈഡ് ബൈ 3 എന്ന് വരും. തെറ്റിപ്പോയാ എവിടെയോ പറ്റിയോ? 8/3 അല്ല, 27/3. 27/3 അല്ലേ? ഓക്കെ, 2 ക്യൂബ് അല്ലേ വരുന്നുള്ളൂ? 0 to 2 ആണ്. 0 to 3 ആണ്. 0 to 3 ആണ് കേട്ടോ, 3 ആണ്. 0 to 3. അപ്പൊ 27/3 പ്ലസ് 2 into 3 എന്ന് പറയുമ്പോൾ 6 വരാം. 6 വരാം. അപ്പൊ ഇത് 27/3 9 പ്ലസ് 6 വരും. 9 plus 6 15 ആണ്. ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് 15 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണാനായിട്ടുള്ളതാണ്. വാല്യൂ ഓഫ് ഇന്റഗ്രൽ -1 to 2 x dx. ഇത് ലെക്ചറൽ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എത്രയാ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ അല്ലേ, 3/2. ഓപ്ഷൻ എ ആണ്. ഇന്റഗ്രൽ -1 to 2 x dx is equal to x square by 2 from -1 to 2. ഓക്കെ, സോ 2 square by 2 എന്ന് പറയുമ്പോഴത്തേക്കും 4/2 2 വരും. -1 square പ്ലസ് വരും അല്ലെ, അതാകുമ്പോൾ 1/2 എന്ന് വരും. സോ 2 - 1/2 എന്ന് പറയുമ്പോഴത്തേക്കും 4 - 1/2 3/2. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x square plus 2xy plus 2y square equal to 1, then dy by dx at the point where y equal to 1 is equal to. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ബൗണ്ടറി കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു 1. ചെയ്ത് നോക്കൂ. dy by dx 1 കാണുക. y 1 ആകുമ്പോൾ dy by dx എന്തായിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് dy by dx കാണണം. അതിനുശേഷമാണ് നമ്മൾ ഫംഗ്ഷനിൽ y 1 ആകുമ്പോൾ x എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സിനും വൈക്കും ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ dy by dx ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഇത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബിടെക് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കുള്ള എക്സാമിനേഷൻ ആണ്. 2016 ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ എത്രയാ? 0 ആണ് ഇവിടെ ആൻസർ. കിട്ടിയോ? ജസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് എടുത്ത് നോക്കൂ. എക്സ് സ്ക്വയറിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറിന്റെ 2x പ്ലസ് 2xyന്റെ 2xyയുടെ dy by dx വരും, പ്ലസ് 2y കൂടെ വരും. ഓക്കെ, y സ്ക്വയർ 2y സ്ക്വയറിൻ്റെത് 2 into y സ്ക്വയറിൻ്റെത് എന്താ വരിക? 2y അല്ലെ. അപ്പൊ 4y dy by dx ഈക്വൽ ടു 1 0. ഇനി ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 2x plus 2y plus 2x plus 4y into dy by dx equal to 0. Okay, so dy by dx എന്ത് വരും? dy by dx is equal to minus of 2 into x plus y divided by 2 into x plus 2y. ഈ 2 ക്യാൻസൽ ആയി അല്ലെ. dy by dx ന്റെ വാല്യൂ മൈനസ് ഓഫ് x plus y by x plus 2y എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. വെൻ y equal to 1
എക്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് dy by dx അറ്റ് y = 1 ആണ് കാണേണ്ടത്. പക്ഷെ അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ അറിയില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? y = 1 എന്നുള്ളത് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. when y = 1 എന്ത് വരും? x² + 2x + 2 = 1 വരും അല്ലെ? അപ്പൊ x² + 2x ഈ 1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -1 + 1 = 0 എന്ന് വരും അല്ലെ? ഇതിനെ x + 1 whole² എന്ന് എഴുതാം. whole² = 0 എന്ന് വരും. ഫ്രം വിച്ച് we have x = -1 വരും. അപ്പൊ പോയിന്റ് എന്താണ്? പോയിന്റ് xy എന്ന് പറയുന്നത് -1, 1 എന്നുള്ളതാണ് പോയിന്റ്. ഈ പോയിന്റിൽ dy by dx ന്റെ വാല്യൂ ആണ് കാണുന്നത്. സോ dy by dx = at -1, 1 ഈ പോയിന്റിൽ കാണണം. അപ്പൊ -1 + 1 divided by -1 + 2 അല്ലെ? -1 + 1 എന്ന് പറയുന്നത് 0 ആണ്. ഇത് 0 വരും. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ എടുക്ക് ഒന്ന് ബ്രേക്ക് ആയി ഒരു ഡൗട്ട്. വെൻ y = 1 അതെ ആ സ്റ്റെപ്പ് മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dy by dx വെൻ y = 1 ആണ്. dy by dx നമുക്ക് ഇതാണ് കിട്ടിയത്. y 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ലല്ലോ. എക്സിന്റെ വാല്യൂ അറിഞ്ഞാലല്ലേ ഉള്ളൂ നമുക്ക് dy by dx എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം y 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂല് നമ്മൾ yക്ക് 1 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പം y 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? x² + 2x + 2 = 1 വരും. x² + 2x + 2 = 1 വരും. അപ്പൊ ഇതിനകത്ത് നിന്ന് എനിക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പൊ നമ്മുടെ പോയിന്റ്സ് xy ഏതായിരിക്കും? -1 ഉം 1 ഉം. അപ്പൊ ആ വാല്യൂസ് നമ്മൾ dy by dx ഇട്ട് കൊടുത്താൽ y 1 ആകുമ്പോൾ dy by dx ന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയി. താങ്ക് യു. മിസ് ഹലോ പറഞ്ഞു. മിസ്സിന് എക്സിന്റെ x+1² കിട്ടുന്ന രണ്ട് വാല്യൂ എക്സിന്റെ വാല്യൂ ആയിരിക്കില്ലേ? മിസ് ഇങ്ങനെ അത് വാല്യൂ എടുത്ത് x+1 × x+1 അല്ലേ വരുള്ളൂ. x+1 × x+1 എന്ന് പറഞ്ഞാൽ -1 2 പ്രാവശ്യം വരുന്നു, അത്രയല്ലേ ഉള്ളൂ. മറ്റേ y എടുക്കാണല്ലേ? ഓക്കെ. x+1 whole² അല്ലേ? x+1 ഇവിടെ 0 ആയത് കാരണം നമുക്ക് x+1 × x+1 = 0 2 പ്രാവശ്യം എക്സിന് -1 വരും. അപ്പൊ ഒരു വാല്യൂ എടുക്കണ്ടു. ഓക്കെ മിസ്സേ ഒരു ഡൗട്ട് മിസ്. ഇതിലാണോ? ഈ 2x + 2y രണ്ടും കോമൺ ആയി എടുത്തല്ലേ, അപ്പൊ 1 + dy by dx മാത്രല്ലേ വരുള്ളൂ. അപ്പൊ 0 ആയി പോയാൽ dy by dx -1 എന്നൊരു ആൻസറും കൂടെ കിട്ടുന്നുണ്ട്. എവിടെ എങ്ങനെ മനസ്സിലായില്ല? 2x + 2y 2 കോമൺ ആയിട്ട് എടുത്തതോ? 2x + 2y എന്നുള്ള ടേം മൊത്തമായിട്ട് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതെങ്ങനെയാ? പറ്റില്ല അല്ലെ? ഇല്ലല്ലോ. ഇതിന് അങ്ങനെ എടുക്കാൻ കഴിയാ? ഇവിടെ 2x + 2y എന്ന് പറയുന്ന ഒരു കോമൺ ഉണ്ട്. ഇവിടെ അത് തന്നെ വരണ്ടേ? അപ്പോഴല്ലേ കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ഇന്റഗ്രലാണ്. ഇന്റഗ്രൽ 0 to 6 mod of x - 3 dx. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്റഗ്രൽ 0 to 6 mod of x - 3 dx. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം ഇന്റഗ്രേഷൻ അല്ലെ? അതായത് മോഡ് ആകുന്ന സമയത്ത് നമുക്ക് വാല്യൂസിൽ വ്യത്യാസം വരും. അപ്പൊ അതിന്റെ ഫങ്ഷണൽ ഡെഫിനിഷൻ ഒന്ന് എഴുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ് വരച്ചിട്ടോ ഗ്രാഫ് വരയ്ക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ mod of x - 3 ഒന്ന് ഡിഫൈൻ ചെയ്യാം. mod of x - 3 = നമ്മൾ mod x ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ mod x എന്ന് പറഞ്ഞാൽ എന്താണ്? mod x = -x when x less than 0 and equal to x when x greater than 0. ഇതേപോലെ നമ്മൾ mod of x - 3 ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ mod x - 3 is equal to -of x - 3 when x - 3 less than 0. ഓർ ഈ x - 3 less than 0 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റെപ്പ് എഴുതാം. ഇത് is equal to അടുത്തതാണെങ്കിലോ x - 3 പോസിറ്റീവ് വാല്യൂ when x - 3 greater than 0 അല്ലെ? ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇവിടെ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 - x. ഓക്കെ, x - 3 less than 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ x less than 3 എന്ന് എഴുതി. ഈ -3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ +3 ആവും. അതുപോലെ this is equal to x - 3 when x
ഗ്രേറ്റർ ദാൻ 3. ഇതാണ് മോഡ് എക്സിന്റെ ഡെഫിനിഷൻ. ഇനി വേണമെങ്കിൽ നമുക്ക് വരച്ച് ചെയ്യാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക? എക്സ് വൈ, നമ്മുടെ ഇന്റഗ്രേഷൻ 0 to 6 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 0 to 6. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക് വരുന്ന പോയിന്റ് 3 ആണ്. അപ്പൊ ഞാൻ അതും കൂടെ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോഴത്തേക്കും 0 മുതൽ 3 വരെയുള്ള നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 0 മുതൽ 3 വരെയുള്ള വാല്യൂ 3 - x ആണ്. ഇതിന്റെ ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. സ്ലോപ്പ് -1 y ഇന്റർസെപ്റ്റ് 3 ഉള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. മുന്നത്തെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? ഇത് കേട്ടായിരുന്നോ? ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നോ? ആരെങ്കിലും ഒന്ന് പറയോ? ഇല്ല മിസ്, കേട്ടില്ല. ഇത് കേട്ടില്ല? ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണ്. മോഡിന്റെ ക്വസ്റ്റ്യൻ മിസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് x-3 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, 3 - x പറയുമ്പോഴാണ്. ഇന്റഗ്രൽ ഫിഗർ വരച്ചത് കേട്ടായിരുന്നോ? കേട്ടില്ല? ഇല്ല. ഓക്കെ, എന്നാൽ അത് വെച്ചിട്ട് ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ നമ്മൾ മോഡ് എക്സ് എങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ മോഡ് x - 3 ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം തൊട്ട് പറയണോ? കേട്ടില്ല. വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to 6 മോഡ് x - 3 dx ആണ്. ഡെഫിനറ്റ് ഇന്റഗ്രൽ കാണാനാണ്. ഇപ്പൊ മോഡ് ഫംഗ്ഷൻ ആയത് കാരണം നമുക്ക് മോഡ് എക്സിന്റെ ഡെഫിനിഷൻ അറിയാം. മോഡ് x = -6 when x less than 0 ആണ്, ആൻഡ് equal to x when x greater than 0 ആണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മോഡ് x - 3 ഡിഫൈൻ ചെയ്യാണ്. മോഡ് x - 3 equal to minus of x - 3 when x - 3 less than 0. ഇതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു. ആൻഡ് ഈക്വൽ ടു പോസിറ്റീവ് ഓഫ് x - 3 when x - 3 greater than 0. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇവിടെ ഈ നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 - x എന്ന് വരും. ഇവിടെ ഈ -3നെ ഈ ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും +3 ആവും. അപ്പൊ x less than 3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് x - 3 അങ്ങനെ തന്നെ എഴുതി x greater than 3. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ ദ റേഞ്ച് 0 to 6. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഗ്രാഫ് വരച്ചാൽ ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 0 to 6 ആണ്. അതിന്റെ ഇടയിൽ നമുക്കൊരു ബ്രേക്ക് ഈവൻ വരുന്നത്, ബ്രേക്ക് പോയിന്റ് വരുന്നത് 3ലാണ് അല്ലെ. 3ലാണ് ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നത്. അപ്പൊ ഞാൻ 0 to 6 റേഞ്ച് എടുത്തു. അതില് ഫംഗ്ഷൻ ചേഞ്ച് ആവുന്ന പോയിന്റും കൂടെ അതിന്റെ ഇടയിൽ ഞാൻ വരച്ചു. ഇനി x less than 3, അതായത് 3യുടെ 0യുടെ ഇടയ്ക്ക്, അതാണ് നമ്മൾക്ക് അതിന്റെ അത്ര ഇൻട്രസ്റ്റ് ഉള്ളൂ. 0 to 6 ഉള്ളൂ. അപ്പൊ 0 മുതൽ 3 വരെ വാല്യൂ 3 - x ആണ്. 3 - x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 - x എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് -1 y ഇന്റർസെപ്റ്റ് 3 അതിലാണ്. അപ്പൊ y ഇന്റർസെപ്റ്റ് 3ലും സ്ലോപ്പ് -1ലും ഉള്ള ഒരു ലൈൻ ഞാൻ വരച്ചു അല്ലെ. അപ്പൊ ഇതിങ്ങനെ വരും നമുക്ക്. ഇനി 3നെക്കാട്ടും കൂടുതൽ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 3 ആവുമ്പോൾ 6 വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ x - 3 ആണ്. ഇതും എന്താണ്? സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് 1 y ഇന്റർസെപ്റ്റ് -3 ആണ്. അപ്പൊ y ഇന്റർസെപ്റ്റ് -3 തൊട്ട് സ്ലോപ്പ് 1ല് പോകുന്ന ഒരു ലൈന് അല്ലെ. അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 3 to 6ല് 1 സ്ലോപ്പ് ഉള്ള ഒരു ലൈൻ വരച്ചു. അപ്പൊ 6ലെത്തുമ്പോൾ y വാല്യൂ എന്ന് പറയുന്നത് 6ലെത്തുമ്പോൾ 6 - 3 വരും അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ് ആണ്. നമ്മൾ ഇതിന്റെ ഈ ഒരു ഏരിയ കാണും. ഏരിയ കാണുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ഒരേപോലെയുള്ള രണ്ട് ട്രയാങ്കിൾ ആണ് ഏരിയ. ഇതിന്റെയും ബേസ് 3 ഹൈറ്റ് 3, ഇതിന്റെയും ബേസ് 3 ഹൈറ്റ് 3 ആണ്. അപ്പൊ 2 times ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ ചെയ്താൽ മതി. ഹാഫ് BH. B എന്ന് പറയുമ്പോൾ 3 വരും, h എന്ന് പറയുമ്പോഴും 3 വരും. സോ ഹാഫ് × 3 × 3 × 2 times. 2 × 2 ക്യാൻസൽ ആയാൽ 9 ആണ് ആൻസർ. ഇതേ സെയിം കാര്യം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റഗ്രൽ 0 to നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. 0 to 3ല് 3 - x ആണ് ഫംഗ്ഷൻ. ഇനി 3 to 6ല് x - 3 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. അപ്പോഴും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആൻസർ 9 കിട്ടും. ആ രണ്ട് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആൻസർ കിട്ടും. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ log of log x ആണ്. വാല്യൂ ഓഫ് f' ഓഫ് e ആണ് ചോദിച്ചിട്ടുള്ളത്. f' ഓഫ് e. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ ആദ്യം ചെയ്തതാണ്, വേറൊരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തതാണ്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ് അല്ലെ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാനായിട്ടുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. d/dx ഓഫ് f of g of x. f' ഓഫ് g of x ഇൻറ്റു g' ഓഫ് x ആണ് അല്ലെ. ഇൻറ്റു ഇതാണ് നമ്മുടെ ആൻസർ.
അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലോഗ് ഫംഗ്ഷൻ ആണ്. അപ്പം എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോഗ് ഓഫ് ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് ഇതൊരു മൊത്തമായിട്ട് ഒരു എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഓഫ് എന്ന് പറയുമ്പോൾ 1/ലോഗ് എക്സ് ടു ദ ബേസ് ഇ എന്ന് വരും അല്ലെ. ഇനി ലോഗ് എക്സിന്റെ വരുമ്പോഴോ ലോഗ് എക്സിന്റെ വരുമ്പോൾ 1/x. ലോഗ് എക്സ് ആണ് ജി എന്ന് പറയുന്നത്, ജിയുടെ ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ ആണ് 1/x. This is equal to 1/x into log x to the base e. Okay, ഇത് എഫ് ഓഫ് എക്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് എഫ് ഡാഷ് എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ആണ് ഇത് എഫ് ഡാഷ് എക്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എഫ് ഡാഷ് ഇ ആണ്. സോ എഫ് ഡാഷ് ഇ എന്ന് പറഞ്ഞാൽ എക്സിന് ഇ കൊടുക്കുക. അപ്പൊ എക്സിന് ഇ കൊടുക്കുമ്പോൾ 1/e into log e to the base e വരും. log e എന്ന് പറയുന്നത് 1 ആണ്. This is equal to 1/e. So option D correct answer. Okay ആണോ? ഓക്കെ ആണ് മിസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ പ്ലസ് 1. മിനിമം വാല്യൂ കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കിയിട്ട് പറയൂ. 0 ആണ് ആൻസർ. അല്ല, 1 ആണോ? 1 അല്ല, -1 അല്ലേ? എങ്ങനെയാ 1 കിട്ടിയേ? എങ്ങനെയാ നിങ്ങൾ ചെയ്ത മിനിമം വാല്യൂ? മിനിമം വാല്യൂ അല്ലേ ചെയ്യാം? മിനിമം വാല്യൂ കാണണമെങ്കിൽ എഫ് ഡാഷ് എക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് വേവി കർവ് ഒക്കെ വരച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു റാഷണൽ ഫംഗ്ഷൻ ആയത് കാരണം ഒന്നും കോമൺ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ എഫ് ഡാഷ് എക്സ് കാണുന്ന സമയത്ത്. അപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എളുപ്പമുള്ള മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 ആയി. ന്യൂമറേറ്റർ കറക്റ്റ് ആയി. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ എഴുതി. ഇപ്പൊ രണ്ടും ഒരേ ടേം വന്ന കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 വരും അല്ലെ. ഇതാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ മിനിമം വാല്യൂ ആണ് കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. മിനിമം വാല്യൂ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, എപ്പോഴാണ് ഇതിന്റെ മിനിമം വാല്യൂ ആവുക? എഫ് ഓഫ് എക്സ് മിനിമം ആവണമെങ്കിൽ മിനിമം വാല്യൂ occurs when ഈ ഒരു ടേം മാക്സിമം ആവണം അല്ലെ. ഈ ഒരു ടേം മാക്സിമം ആവണം. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് മിനിമം when 2/x സ്ക്വയർ പ്ലസ് 1 മാക്സിമം ആവണം. ഇത് മാക്സിമം ആവുന്ന എപ്പോഴാണ് ഇതിന്റെ മാക്സിമം വാല്യൂ വരിക? എക്സിന് 0 കൊടുക്കുമ്പോൾ. 1 നമുക്ക് മാറ്റാൻ കഴിയില്ല അല്ലെ. എക്സിന് 0 കൊടുക്കുക. നെഗറ്റീവ് ഒക്കെ കൊടുത്താൽ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. സോ എക്സിന് 0 കൊടുക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മാക്സിമം when x is equal to 0 അല്ലെ. അപ്പൊ x is equal to 0 ആവുമ്പോൾ ഈ ടേം മാക്സിമം ആയി. ഈ ടേം മാക്സിമം ആയാൽ എഫ് ഓഫ് എക്സ് മിനിമം ആയി. സോ എക്സിന് നമ്മൾ 0 കൊടുത്ത് നോക്കിയാൽ മതി. സോ എഫ് ഓഫ് 0 which is equal to 0. ഇതിനകത്ത് ഇട്ടാൽ മതി. 0 മൈനസ് 1 ബൈ 0 പ്ലസ് 1 equal to -1. ഇതാണ് മിനിമം വാല്യൂ. മിനിമം വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സിന്റെ മിനിമം വാല്യൂ ഏത് പോയിന്റിലെന്നല്ല, 0-യിലാണ് നമുക്ക് മിനിമം വാല്യൂ വരുന്നത്. അതാണോ ആദ്യം 0 എന്ന് പറഞ്ഞ ആള് ഫംഗ്ഷൻ വാല്യൂ? അങ്ങനെ ചെയ്ത് ഞാൻ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തില്ല. ഇതാണ് ഫംഗ്ഷണൽ വാല്യൂ. അത് നമ്മൾ നോക്കണം കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ തെറ്റിപ്പോടെ 2 ഓപ്ഷനും കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു മാർഗം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക, മാത്സിലൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമുക്ക് അത് ഒരു അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.